പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് സിനിമാ ടാക്കീസ് ചർച്ച ചെയ്യുന്നു തുടരും എന്ന സിനിമയെക്കുറിച്ച്. സോഷ്യൽ മീഡിയകളിൽ മാത്രം പ്രൊമോഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു തുടരും. എമ്പുരാനു ശേഷം മോഹൻലാലിനെതിരെ ട്രോൾ ചെയ്യുന്ന കുറേ ആളുകൾ മോഹൻലാലിനെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് വന്നത്. എന്നാൽ തുടരും എന്ന സിനിമ കണ്ടിരിക്കേണ്ട സിനിമ തന്നെ. ഒരു ഉദാഹരണം പറയാം. ഫാമിലിയുമായി അപരിചിതമായ ഒരു മലയോര പ്രദേശത്തു കൂടെ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ മുമ്പിലൊരു ഹോട്ടൽ എന്നൊരു ബോർഡ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പഴമെങ്കിലും കാണും, അത് കഴിച്ച് തൽക്കാലം വിശപ്പ് മാറ്റാം എന്നൊരു പ്രതീക്ഷയിൽ വണ്ടി ചവിട്ടി അകത്തേക്ക് കയറുമ്പോൾ നല്ല തൂശനിലയിൽ 18 കൂട്ടം കറികളോടെ സദ്യ വിളമ്പിയ ഒരവസ്ഥയായിരുന്നു തുടരും സിനിമ കണ്ടിറങ്ങിയപ്പോൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ കണ്ട ഏറ്റവും മികച്ച പടം എന്ന് വേണമെങ്കിൽ പറയാം. തുടരും ഒരു കിടിലൻ പടം തന്നെ. മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഇനി മറ്റൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല. അതിഗംഭീര അഭിനയം. വില്ലനാണെങ്കിലോ ചോദിച്ചാൽ അതിഗംഭീര അഭിനയം. മടിയിൽ കനമുള്ളവർക്കേ വഴിയിൽ വഹിക്കേണ്ടതുള്ളൂ എന്നാണ് പഴമൊഴി. ഒരവസരമുണ്ടാക്കി ആക്രമിക്കുവാനായി ഒട്ടേറെ പേർ കാത്തുനിൽക്കുന്നൊരു ഇടവഴിയിലൂടെ നടക്കാനിറങ്ങുമ്പോൾ സംവിധായകൻ തരുൺ മൂർത്തിയുടെ മടിക്കെട്ടിൽ മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു രത്നം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും അയാളിൽ ഒരു തരി ഭയമില്ലായിരുന്നു. അത്രയ്ക്കായിരുന്നു സ്വന്തം കഴിവിലുള്ള അയാളുടെ ആത്മവിശ്വാസം എന്ന് ഓർക്കുക. KR സുനിലുമായി ചേർന്നുള്ള ഈ എഴുത്തിന് എന്തുകൊണ്ടും 100% സർട്ടിഫിക്കറ്റ്, 100% ഗ്യാരണ്ടി. ഈ സംവിധാന പൂർണ്ണതയ്ക്ക് കയ്യടികൾ തരുണിരിക്കട്ടെ. 2016 പുറത്തിറങ്ങിയ ഒപ്പത്തിനു ശേഷം അധികം പുറത്തേക്ക് വരാത്ത മോഹൻലാൽ എന്ന നടനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ഒരു തലമുറയുടെ ഗൃഹാതുരയുടെ മറ്റൊരു പേരായ ലാൽ ശോഭന ജോഡികളെ ഒരു വട്ടം കൂടെ കാണുവാൻ കഴിഞ്ഞതിൽ വീണ്ടും സന്തോഷം. പ്രകാശ് വർമ്മയുടെയും ബിനു പപ്പുവിൻ്റെയും കിടിലം പ്രകടനം കാണുവാനും അവർക്ക് എന്താണ് ഇതുവരെയായിട്ടും ഇങ്ങനെയുള്ള നല്ല വേഷങ്ങൾ ലഭിക്കാത്തത് എന്നത് ഒരല്പം നഷ്ടബോധത്തോടുകൂടി ഓർക്കുവാൻ കഴിഞ്ഞതിൽ, ജെയ്ക്സ് ബിജോയ് എന്ന മനുഷ്യന്റെ സ്കോറുകൾ കേട്ട് അങ്ങേരെ കുറിച്ചോർത്ത് അഭിമാനം കൊള്ളുവാൻ, മോഹൻലാൽ ഉൾപ്പെട്ടിരുന്നൊരു ഫ്രെയിം തന്റെ ക്യാമറ കണ്ണിലൂടെ നോക്കിക്കാണുമ്പോഴെല്ലാം അവയ്ക്ക് ഒരല്പം അഴക് കൂട്ടുവാനായി തന്നെ കൊണ്ട് ആകും വിധമെല്ലാം പണിയെടുക്കുന്ന ഷാജി കുമാറിന്റെ ഷോട്ടുകൾ ആസ്വദിക്കാൻ കഴിഞ്ഞതിൽ ധൈര്യപൂർവ്വം ടിക്കറ്റ് എടുക്കാം. സിനിമയുടെ ജോണർ എന്താണെന്നോ കഥ എന്താണെന്നോ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നോയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന പോസ്റ്റുകളോ റിവ്യൂകളോ ഒന്നും വായിക്കാതെ കവറിൽ നിന്നും പൊട്ടിക്കാത്ത സ്ലേറ്റ് പോലുള്ള മനസ്സുമായി തിയേറ്ററിൽ കയറുക. പടം നൽകുന്ന കുറേ നല്ല കിടു ഓർമ്മകൾ ആ സ്ലേറ്റിൽ എഴുതി നിറച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്കിറങ്ങുക. പോസിറ്റീവ് സെഗ്മെന്റ്സ് പറയാം. 1. ലാലേട്ടൻ, പ്രകാശ് വർമ്മ, ബിനു പപ്പു, ശോഭന, ജെയ്ക്സ് ബിജോയ്, ഷാജി കുമാർ, സ്റ്റെൻഡ് ശിൽവ, KR സുനിൽ. നെഗറ്റീവ് ഒന്നും പറയാനില്ല, എറർ നോട്ട് ഫൗണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5. ഒരു കാര്യം കൂടെ പറയാം. എമ്പുരാൻ സിനിമ തിയേറ്റർ റിലീസിന് ശേഷം OTT റിലീസിന് വേണ്ടി കുറച്ചാളുകൾ കാത്തിരിക്കുന്നത് ട്രോളുകൾ ഉണ്ടാക്കി ആഘോഷിക്കുവാനായിരുന്നെങ്കിൽ ഈ സിനിമയുടെ ഓരോ ഷോട്ടും സ്കോറുകളും വീണ്ടും കണ്ട് ആസ്വദിക്കാൻ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, തിയേറ്ററിൽ പോയി കാണുക, ആസ്വദിക്കുക. തുടരും ഒരു ഗംഭീര സിനിമയാണ്. ഫാമിലിയോടൊപ്പം പോയി ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.